മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരു കാപ്പിക്കട ഉദ്ഘാടനത്തിന് പോയിരിക്കുന്നു. അതും കേരളം പ്രളയസമാനമായ ഒരു സാഹചര്യം നേരിടുമ്പോൾ. വിമർശനങ്ങൾക്കും പരിഹാസത്തിനും അത് മതിയായിരുന്നു. ഉദ്ഘാടനം ചെയ്ത സംരംഭത്തിന്റെ പേര് ബൈ മി എ കോഫി എന്നുകൂടി ആകുമ്പോൾ ആരും ഒന്ന് സംശയിക്കും. എന്നാൽ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു കപ്പ് കാപ്പി വാങ്ങി നൽകുന്നത് പോലെ പ്രിയപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പിന്തുണ നൽകാനുള്ള പ്ലാറ്റ്ഫോമാണ് ബൈ മി എ കോഫി. അതും ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംരംഭം. നമ്മൾ ഒരു ഹോട്ടലിൽ കയറുന്നു, ഭക്ഷണം കഴിക്കുന്നു. നല്ല ഭക്ഷണം, നല്ല പെരുമാറ്റം, വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. അവിടെ നിന്നിറങ്ങുമ്പോൾ നമ്മുടെ സന്തോഷത്തിന് ഒരു ടിപ്പ് നൽകില്ലേ? അത് തന്നെയാണ് ബൈ മി എ കോഫിയുടെ ആശയവും. ഓൺലൈനായി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ധാരാളം ആളുകളില്ലേ നമുക്ക് ചുറ്റും. യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരുണ്ട്, പോഡ്കാസ്റ്റ് ചെയ്യുന്നവരുണ്ട്, എഴുത്തുകാരുണ്ട്, പെയിന്റിംഗ് പോലുള്ള കലകളെ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്. പരസ്യമാണ് ഇവരുടെയൊക്കെ പ്രധാന വരുമാന മാർഗം. പക്ഷെ പരസ്യത്തിലൂടെ അത്ര വലിയ തുകയൊന്നും വരുമാനമായി ലഭിക്കണമെന്നില്ലല്ലോ. അതിനു പുറമെയുള്ള വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ടിപ്പ് സ്വീകരിക്കുക എന്നത്. ഓൺലൈനായിട്ട് തങ്ങൾക്ക് മുന്നിലെത്തുന്ന കണ്ടന്റുകൾക്ക് പിന്തുണ നൽകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നൽകാനുള്ള അവസരമാണ് ബൈ മി എ കോഫി നൽകുന്നത്. 2015 ബൈ മി എ കോഫി എന്ന സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നത്. അത് നമ്മുടെ കോഴിക്കോടുകാർ. ഇന്ത്യയിൽ ടിപ്പിംഗ് കൾച്ചർ വ്യാപകമാകുന്നതേ ഉള്ളൂ. അമേരിക്ക, UK എന്നിവിടങ്ങളിലാണ് ഇത് നിലവിൽ കൂടുതലായും പ്രചാരത്തിലുള്ളത്. നമുക്കിഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് ക്രിയേറ്ററെ പിന്തുണയ്ക്കണമെന്ന് തോന്നിയാൽ ഒരു സന്ദേഹവുമില്ലാതെ ബൈ മി എയിലൂടെ ചെയ്യാം. കോഴിക്കോട് കക്കോട് സ്വദേശികളാണ് ഇതിനു പിന്നിൽ. ജിജോ സണ്ണിയും സഹോദരൻ ജോസഫ് സണ്ണിയും. ജിജോയുടെ ഭാര്യ അലീഷയും ഒപ്പമുണ്ട്. കോവിഡ് കാലത്താണ് ബൈ മി എ കോഫിക്ക് 10 ഇരട്ടി വളർച്ചയുണ്ടാകുന്നത്. US സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായാണ് ബൈ മി എ കോഫി പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലെ ഇവരുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ദിവസം. സിലിക്കൺ വാലിയിലെ വൻകിട നിക്ഷേപകർക്ക് മുന്നിൽ പലതവണ എത്തിയിട്ടും പിന്തള്ളപ്പെട്ട ആശയമായിരുന്നു ബൈ മി എ കോഫിയുടേത്. പക്ഷേ ലോക പ്രശസ്ത ടെക് ആക്സിലേറ്ററായ വൈ കോമ്പിനേറ്റർ തെരഞ്ഞെടുത്തതും കേരളത്തിൽ നിന്ന് വൈ കോമ്പിനേറ്ററിന്റെ ആദ്യ തെരഞ്ഞെടുപ്പായി ഈ സ്റ്റാർട്ടപ്പ് മാറുന്നതും ചരിത്രമാണ്. ആഗോള ഫിൻടെക് ഭീമന്മാരായ സ്ട്രൈപ്പ് ഉൾപ്പെടെയുള്ള കമ്പനികളും ഇതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇന്ന് 20ഓളം രാജ്യങ്ങളിൽ സാന്നിധ്യവുമുണ്ട്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ബൈ മി എ കോഫി ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത് അത് തങ്ങളുടെ ആരാധകർക്കിടയിൽ ഷെയർ ചെയ്യാം. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇഷ്ടപ്പെട്ടാൽ ഉപഭോക്താക്കൾ അവർക്കൊരു കോഫി വാങ്ങി നൽകുന്നു എന്ന സങ്കല്പമാണ് ഇതിന് പിന്നിൽ. ഇങ്ങനെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കോഫിക്കുള്ള പണമോ അതിൽ കൂടുതലോ നൽകാം. ക്രിയേറ്റർമാർ നേടുന്ന തുകയുടെ 5% മാത്രമാണ് പ്ലാറ്റ്ഫോം ഫീസായി ഈടാക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ബൈ മി എ കോഫി ഒരു കാപ്പിക്കടയല്ല. ആഗോളതലത്തിൽ ഏകദേശം 400 കോടിയിലധികം രൂപയുടെ ബിസിനസ് നടക്കുന്ന പ്ലാറ്റ്ഫോമാണ്. കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ ആഗോള ശ്രദ്ധയിലേക്ക് ആകർഷിച്ച മികച്ചൊരാശയം.